രഞ്ജി ട്രോഫിയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ കേരളത്തിന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. നാലാം ദിനം മഹാരാഷ്ട്ര ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോൾ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര 239 റൺസിന് ഓൾ ഔട്ട് ആക്കിയ കേരളത്തിന് പക്ഷേ ആദ്യ ഇന്നിംഗ്സിൽ 219 റൺസ് എടുക്കാനേ ആയുള്ളൂ. 20 റൺസിന്റെ ലീഡ് കേരളം വഴങ്ങിയിരുന്നു. എന്നാൽ മത്സരത്തിന്റെ അവസാന ദിവസമായ ഇന്ന് മഹാരാഷ്ട്ര ബാറ്റർമാർ പിടിച്ചു നിന്നപ്പോൾ കേരളത്തിന് മറുപടി ഉണ്ടായില്ല. ഇന്ന് അവസാന ദിനം വിക്കറ്റ് നഷ്ടമില്ലാതെ 51 എന്ന റൺസിന് ബാറ്റിംഗ് പുനരാരംഭിച്ച മഹാരാഷ്ട്ര 2 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് എടുത്ത് മത്സരം ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ മത്സരം സമനിലയിൽ അവസാനിച്ചു. മഹാരാഷ്ട്രയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ 0-ന് പുറത്തായ പൃഥ്വി ഷാ 75 റൺസ് എടുക്കുകയും അശ്വിൻ കുൽക്കർണി 34, സിദ്ധേഷ് വീർ 55, ഋതുരാജ് ഗെയ്ക്വാദ് 55 എന്നിവർ മികച്ച പ്രകടനങ്ങളുമായി നിറഞ്ഞു നിന്നപ്പോൾ 2 വിക്കറ്റ് മാത്രമാണ് കേരളത്തിന് വീഴ്ത്താനായത്. അക്ഷയ് ചന്ദ്രനും എൻ ബേസിലും ആണ് കേരളത്തിനായി 2 വിക്കറ്റ് വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിന്റെ ലീഡിന്റെ ബലത്തിൽ മഹാരാഷ്ട്രയ്ക്ക് 3 പോയിന്റ് ലഭിച്ചപ്പോൾ കേരളത്തിന് 1 പോയിന്റാണ് ലഭിച്ചത്.